ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഡ്യൂക്ക് സെക്യൂരിറ്റി റിവ്യൂ ആണ്. രാജകുടുംബത്തിലെ ഔദ്യോഗിക പദവികൾ ഒഴിഞ്ഞതോടെ ഹാരിക്ക് ലഭിച്ചിരുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റി പിൻവലിച്ചിരുന്നു. ഇതിനെതിരെ ഹാരി രാജകുമാരൻ വർഷങ്ങളായി കോടതിയിൽ പോരാടുകയാണ്. ഇപ്പോൾ ഈ സെക്യൂരിറ്റി റിവ്യൂവിൽ പുതിയ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ബ്രിട്ടനിലേക്ക് തിരിച്ചെത്തുമ്പോൾ തനിക്കും കുടുംബത്തിനും മതിയായ സംരക്ഷണം ലഭിക്കില്ലെന്ന ഭയം ഹാരിക്ക് നേരത്തെ തന്നെയുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഈ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ UK-യിലേക്ക് ഒരു മടക്കയാത്ര സാധ്യമല്ലെന്ന നിലപാടിലാണ് മേഗൻ. സുരക്ഷ ഉറപ്പല്ലെങ്കിൽ തന്റെ മക്കളായ ആർച്ചിയുമായും ലിലിബറ്റുമായും ലണ്ടനിലേക്ക് ഇല്ലെന്ന് മേഗൻ ഉറപ്പിച്ചു പറയുന്നു. എന്തുകൊണ്ടാണ് മേഗൻ ഇത്രയും അധികം മടിക്കുന്നത്? ബ്രിട്ടനിലെ ടാബ്ലോയിഡുകളും സോഷ്യൽ മീഡിയയും ഒക്കെ മേഗനെതിരെ പലപ്പോഴും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇത് തന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. കൂടാതെ പ്രിൻസ് ഹാരി തന്റെ ആത്മകഥയായ സ്പെയറിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം പല ഗ്രൂപ്പുകളിൽ നിന്നും അവർക്ക് ഭീഷണിയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രൈവറ്റ് സെക്യൂരിറ്റി മാത്രം പോരാ, മറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംരക്ഷണം തന്നെ വേണമെന്നാണ് ഹാരിയുടെ ആവശ്യം. അതേസമയം കൊട്ടാരത്തിനുള്ളിൽ നിന്നും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കിങ് ചാൾസ് തന്റെ കൊച്ചുമക്കളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ സുരക്ഷാ തർക്കം അതിന് വലിയൊരു തടസ്സമായി നിൽക്കുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഹാരിക്ക് UK-യിൽ തങ്ങാൻ ഇടമില്ലാത്ത അവസ്ഥയുണ്ട്. നേരത്തെ അവർ താമസിച്ചിരുന്ന ഫ്രോഗ്മോർ കോട്ടേജ് ഒഴിയേണ്ടി വന്നതും ഈ പ്രതിസന്ധി രൂക്ഷമാക്കി. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ് അടുത്ത ചോദ്യം. കോടതി വിധി ഹാരിക്ക് അനുകൂലമായാൽ മാത്രമേ മേഗൻ ലണ്ടനിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. എന്നാൽ UK ഗവൺമെന്റ് ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ്. രാജകുടുംബമല്ലാത്ത ഒരാൾക്ക് ടാക്സ് പേയേഴ്സിന്റെ പണം ഉപയോഗിച്ച് സെക്യൂരിറ്റി നൽകുന്നതിനെതിരെ ബ്രിട്ടനിൽ വലിയൊരു വിഭാഗം ജനങ്ങളും രംഗത്തുണ്ട്. ചുരുക്കത്തിൽ ഹാരിയുടെയും മേഗന്റെയും UK മടക്കം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്.